ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറുള്ള സീക്വൻസ്, പിന്നെ ആൻറ്റി ഗോൾഡ് കളറുള്ള ഷുഗർ ബീഡ്സ്. അപ്പോൾ ഈ 2 മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത്. ക്ലോത്ത് നമ്മൾ ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച്, ഇനി താഴേക്കൊരു 13.5 അല്ലെങ്കിൽ 14 ഇഞ്ച് എടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കണം. അപ്പോൾ ഞാനിവിടെ ബോക്സ് വരയ്ക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി നമുക്ക് എത്രത്തോളം വേണമെന്ന്. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈനായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ലൈൻസ് വരച്ചാണ് നമ്മുടെ ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡിസൈൻസ് വരയ്ക്കേണ്ട ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ആദ്യമേ ഒരു 4 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ നമുക്ക് വിട്ട് കൊടുക്കാം. ഇവിടെ 2 സെൻറ്റിമീറ്റർ വിട്ട് വീണ്ടും 4 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക, വീണ്ടും 2 സെൻറ്റിമീറ്റർ വിടുക, വീണ്ടും 4 സെൻറ്റിമീറ്റർ വരുന്ന പോലെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻ വരച്ച ഭാഗത്ത് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഫുൾ ലൈനായിട്ട് വരച്ച് കൊടുക്കണ്ട. ഇനി അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു ചെറിയ ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇനി വീണ്ടും 2 സെൻറ്റിമീറ്റർ വിടുക, അതിനുശേഷം വീണ്ടും 4 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈൻ വരുന്ന പോലെ വേണം നമ്മൾ ഓരോ ലൈനിലും വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഫുൾ പോർഷൻ എന്ന് വെച്ചാൽ ആ യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ യോക്കിൻ്റെ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഓരോ ലൈൻ, ആ ലൈനിൽ നമ്മൾ ബീഡ് വർക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ബെല്ലിൻ്റെ ബീഡിങ് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ഏത് നീഡിലാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നീഡിൽ കാണിച്ചത്. ഇത് നമ്മൾ ഇവിടുന്ന് നീഡിലെടുക്കുവാണ്. ഇവിടുന്ന് നീഡിലെടുത്തിട്ട് നമുക്ക് ഓരോരോ ആൻറ്റി ഗോൾഡ് ഷുഗർ ബീഡ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നീഡിൽ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ എടുക്കുക, അതിലേക്ക് ഒരു ഷുഗർ ബീഡും കൂടെ എടുത്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് കോർത്തെടുത്ത ഷുഗർ ബീഡുണ്ടോ അതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഈ ഒരു രീതിയിലൊന്ന് കടത്തിയെടുക്കുവാണ്. എന്നിട്ട് നീഡിൽ വലിച്ചിട്ട് നമുക്ക് ആ നീഡിൽ താഴത്തേക്കൊന്ന് താഴ്ത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ബീഡ്സ് ഒട്ടും ഇളകി പോകാതിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അവരുടെ ബീഡ് വർക്ക് ചെയ്യുമ്പം ബീഡ്സ് ഇളകി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്, നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഷുഗർ ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഗ്യാപ്പ് വന്നിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സീക്വൻസ് വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോരോ ഗോൾഡൻ സീക്വൻസ് ഒന്ന് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ പാർട്ടി വെയർ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.